നമസ്കാരം സുഹൃത്തുക്കളെ, ജോയാണ്. ഞാനിപ്പോൾ ഒരു റീൽസ് കണ്ടതേ, കഴിഞ്ഞ ദിവസം കണ്ട ഒരു വിവാദ വീഡിയോ ആണത്. ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് കണ്ടപ്പം അതേപ്പറ്റി ഒന്ന് സംസാരിക്കാൻ ഓർത്ത് വന്നതാണ്. ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വെച്ചൊരു കല്യാണത്തിൽ ഈ കൊച്ചിയിൽ ഡാൻസ് ചെയ്യുന്ന പയ്യൻ അലിൻ ജോസ് പെരേര അവൻ്റെ പേര്. അവൻ ചെന്നപ്പോൾ അവനെ ഇവരെ അതിഥിയായിട്ട് ക്ഷണിച്ച് കൊണ്ടുപോയിട്ട് പിന്നെ അപമാനിച്ച് തെരുവിലൂടെ ഓടിക്കുന്ന ഒരു ദൃശ്യം അതിങ്ങനെ വല്ലാതെ പ്രചരിച്ചിട്ടുണ്ടല്ലോ. അവൻ്റെ കുപ്പായം വലിച്ചു കീറി അവനെ ഓടിച്ച് ഒരു കൂട്ടം പിള്ളേർ ആരവത്തോടു കൂടി അവൻ്റെ പുറകെ ഓടി വരുന്ന ഒരു വീഡിയോ. മലപ്പുറം കൊണ്ടോട്ടിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നാണ് പറയുന്നത് തന്നെ, അല്ലേ? അപ്പോൾ ഈ മലപ്പുറം അല്ലെങ്കിൽ എനിക്കറിയില്ല, മലബാർ ഭാഗത്ത് കല്യാണം എന്ന് പറയുമ്പോൾ അത് വളരെ പ്രശസ്തമായിരുന്നു. എനിക്കിപ്പോഴത്തെ അവസ്ഥ അറിയത്തില്ല. മുമ്പൊക്കെ മലബാർ ഭാഗത്തുള്ള കല്യാണം, മലപ്പുറം, കോഴിക്കോട് അങ്ങനെ അങ്ങോട്ട് പോകുന്ന ഭാഗത്തുള്ള കല്യാണത്തിനെ പറ്റി ചിന്തിക്കുന്നതും അതിൻ്റെ ഒരു ഓർമ്മകളും അല്ലെങ്കിൽ അത് പങ്കെടുത്തവർക്കൊക്കെ അറിയാം അതെത്ര മനോഹരമായിരുന്നു എന്ന്, അല്ലെങ്കിൽ എത്ര ആഘോഷത്തിലാണ്, എത്ര സന്തോഷത്തിലാണ് അത് നടത്തിയിരുന്നതെന്നുള്ളത്. മലപ്പുറത്തെ പറ്റിയൊക്കെ ഞാൻ പറയുമ്പോഴേ, ഞാൻ പാലക്കാരനാണ്, പാലയിൽ താമസിക്കുന്നതാണ്. പക്ഷേ ഞാൻ മലപ്പുറംകാരനാണ്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഞാൻ രാമനാട്ടുകരയിലാണ് എൻ്റെ ബാല്യം. അതായത് ഞാൻ നഴ്സറി മുതൽ പഠിച്ചിങ്ങോട്ട് വന്നത്, സ്കൂൾ 10 വർഷത്തോളം ഞാൻ ജീവിച്ച നാടാണ്. എൻ്റെ കൂട്ടുകാർ, ബാല്യകാല സുഹൃത്തുക്കളടക്കമുള്ള എല്ലാം കോഴിക്കോട് മലപ്പുറം ബൗണ്ടറിയിലുള്ള രാമനാട്ടുകരയിലാണ്. അപ്പോൾ എനിക്ക് ഈ 2 ഡിസ്ട്രിക്റ്റുമായിട്ടുള്ള ബന്ധം അഭേദ്യമായ ബന്ധമാണ്, സ്നേഹമാണ്. അപ്പോൾ നമുക്ക് സങ്കടം എന്നറിയാം, നമ്മളൊക്കെ ഇടപഴകി കണ്ട് പരിചയിച്ച നമ്മുടെ സ്ഥലത്തൊക്കെയാണ് ഇത് നടക്കുന്നത് ഓർക്കുമ്പോഴാണ് സങ്കടം. പ്രത്യേകിച്ച് ഈ മലപ്പുറം, കോഴിക്കോട് ഭാഗത്തൊക്കെ കല്യാണമേ, എൻ്റെ ഓർമ്മയിലെ കല്യാണത്തെപ്പറ്റി ഞാനൊരു കാര്യം പറയാം. അതായത് ഒരാഴ്ച 2 ആഴ്ച മുമ്പ് ആ വീടുകളിലൊക്കെ ആഘോഷം തുടങ്ങും, കല്യാണ വീടുകളിൽ. അത് ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും, അത് ഹിന്ദുവിൻ്റെ ആയാലും മുസ്ലിമിൻ്റെ ആയാലും. അതിനിപ്പം ഞാൻ പറയാം, ഇതിനകത്തൊരു മതം പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല അതിനകത്ത്. ഈ വീടുകളിൽ പ്രത്യേകിച്ച് സന്ധ്യാസമയങ്ങളിലൊക്കെ പാട്ട്, ഡാൻസ്, ഗാനമേളകൾ, ഞാൻ പറയാം എത്രയോ കലാകാരന്മാർ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ഈ കല്യാണ വീടുകളിൽ പാട്ട് പാടാനായിട്ട് പോകുന്ന പാട്ടുകാർ, ഇപ്പം ഞാൻ അവരെ പറ്റി ഓരോരുത്തരെ പേരെടുത്ത് ഇനി സബ്ജക്റ്റ് മാറിപ്പോവും. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, മാപ്പിളപ്പാട്ടിലെ അതിപ്രശസ്തർ കയറി വന്നതും നാടകങ്ങൾ, അങ്ങനെ എന്തൊക്കെ കലാപരിപാടികളൊക്കെ നടന്ന് വളരെ ആഘോഷമാക്കി വിടും. കൂട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം എന്ത് ആഘോഷമായിട്ട് കൊണ്ടുവന്ന്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, ഈ മലബാർ കല്യാണം എന്ത് സന്തോഷത്തിലായിരുന്നു. ഒപ്പനയും, ഞാൻ പറയാം ഹിന്ദു കല്യാണത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ഒപ്പന കളിക്കുന്നത് ഞാനൊരു പ്രാവശ്യം ഓർക്കുവാണ്. ഞാൻ നാട്ടിലേക്ക് വന്നതിന് ശേഷം പാലായിലൊരു കല്യാണം നടക്കുകയാണ്. ആ കല്യാണത്തിലെ കല്യാണ ചെറുക്കൻ്റെ കൂട്ടുകാർ മുഴുവൻ കോഴിക്കോടുകാരായിരുന്നു. ഇപ്പം പാലായിലൊന്നും അങ്ങനെ വലിയ ഈ പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് വലിയ ഡാൻസ്, അതായത് ഞാൻ ഈ 93-94 കാലഘട്ടത്തിലെ സമയമാണ് പറയുന്നത്. അങ്ങനെ വലിയ ആഘോഷമോ ബഹളങ്ങളോ ഒന്നുമില്ല. അവർ അങ്ങനെ സാധാരണ രീതിയിലൊക്കെ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഈ കോഴിക്കോട് നിന്ന് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് കല്യാണ ഹാളിൽ കിടന്ന് ഡാൻസ്, പാട്ട്, ഒപ്പനയൊക്കെ വന്ന് കുറേ പേർക്ക് ഇറിറ്റേഷനൊക്കെ വന്നു. പക്ഷേ എനിക്കൊക്കെ ഇത് വല്ലാത്ത സന്തോഷം പകർന്നൊരു കാര്യമാണ്. കാരണം അതങ്ങനെയാണ്, അവർ എത്രയോ മംഗളമായിട്ട് കൊണ്ടു നടക്കുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞു വന്നതേ, ഈ കോഴിക്കോടുകാരോടും മലപ്പുറംകാരോടും എൻ്റെ ചോദ്യമാണ്. ഈ കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടിയിൽ അങ്ങനെ ഒരു കല്യാണ സദസ്സിൽ നിന്ന് കൊച്ചിയിൽ നിന്നൊരു പയ്യനെ കൊണ്ടുവന്ന് അവനെ ഇങ്ങനെ ആരവത്തോടുകൂടി കളിയാക്കിയായിക്കൊണ്ടിരുന്നത്. അതിനകത്ത് അവനൊരു കലാകാരനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവൻ ജീവിക്കാനായിട്ടുള്ള മാർഗത്തിന് വേണ്ടി അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അവനെന്തെങ്കിലും കുറവുകളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്തായാലും ഇതുപോലെ അപഹസിക്കുന്ന ആൾക്കാർ പലപ്പോഴും പറയുന്നുണ്ട് അവൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എങ്കിലും ഇനി കുറവുണ്ടെങ്കിലും കൂടുതലാണെന്ന് പറഞ്ഞാലും അവനൊരു മനുഷ്യനാണ്. അവനെ ചേർത്ത് നിർത്തുന്നത് നമ്മുടെ കൂടെ കാര്യമാണ്. ഇനി അവനെ ഒന്നും ചേർത്ത് നിർത്തിയില്ലേ, അവൻ്റെ വഴിക്ക് വിട്ടേക്കാം, അല്ലേ? അവനെ പൈസ കൊടുത്ത് കൊണ്ടുവന്നിട്ട്, നമ്മുടെ പൈസയുടെ ധാരാളിപ്പ് കൊണ്ട്, നമ്മുടെ മിടുക്ക് കൊണ്ട് അവനെ കൊണ്ടുവന്നിട്ട് മറ്റേ കൂട്ടിൽ പട്ടിയെ പൂട്ടിയിട്ടിട്ട് അടിക്കുന്നതെന്ന് പറയുന്ന പോലത്തെ സാഹചര്യമല്ലേ കാണിച്ചത്. ഞാൻ കോഴിക്കോട് ജീവിച്ച ഒരു മനുഷ്യനായിട്ട് ഞാൻ പറയാം, ആ ഭാഗത്തോട്ട് ചെയ്യുന്ന അവരുടെ ആദിത്യ മര്യാദ, കഴിച്ചോ, എവിടെ പോയതാ, ജീവാ ഇങ്ങോട്ട് വാ, ഇടിക്കുന്ന പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിപ്പിച്ച് എന്ത് സമൃദ്ധിയായിട്ടാണ് നമ്മളെ അവർ ട്രീറ്റ് ചെയ്യുന്നറിയാമോ? കോഴിക്കോടും മലപ്പുറത്തൊക്കെ ഉള്ള എൻ്റെ കൂട്ടുകാരുള്ള ഫാമിലി, എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് മക്കളായി, കല്യാണം കഴിക്കുന്ന മക്കളായിട്ടുണ്ട് അവിടെ. അപ്പോൾ അവിടെയുള്ള കാരണവന്മാരെന്ന് പറയുമ്പം എൻ്റെ പ്രായത്തിലുള്ളവരോട് തന്നെ എൻ്റെ ഈ ചോദ്യം, നിങ്ങളാരും അറിയുന്നില്ല ഈ ഇത്രയും അധപ്പതിച്ച ഈ പറയുന്ന ഒരു സംസ്കാരം ആയി മാറുന്ന കല്യാണത്തിന് ഇങ്ങനെ ഈ ഇതുപോലുള്ള ക്രേസി കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, സാഡിസം മെൻറ്റാലിറ്റിയിൽ പിള്ളേർ കിടന്ന് ബഹളം വെക്കുന്നത്. അവിടെ ഞാൻ പറഞ്ഞില്ലേ, പാട്ടുകൾ പാടുന്നതും, അല്ലെ ഞാൻ പറഞ്ഞ പഴയ നാടകഗാനങ്ങൾ മുതൽ
എന്താ പറയുക, ബാബുരാജിൻ്റെ പ്രശസ്തനായ ബാബുരാജിൻ്റെ പാട്ടുകളടക്കം പഴയ വയലാറിൻ്റെ ഗാനങ്ങളടക്കമുള്ള പാട്ടുകൾ ഈ കല്യാണപ്പുരകളിൽ നിന്ന് വരികയും പുതിയ തലമുറ അത് കേട്ട് പഠിക്കുകയും ഞങ്ങളൊക്കെ ആ പാട്ടുകളൊക്കെ അങ്ങനെ കേട്ട് പഠിച്ചിട്ടുള്ളവരാണ്. അതിന് പകരമായിട്ട് ഇന്ന് ഒരു കലയിൽ ഒരു ബോധമില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്ന് അതുങ്ങളെ ഉപദ്രവിച്ചിട്ട് വിടേണ്ട ഒരു സാഹചര്യം, ഇങ്ങനെ ഒരു ക്രേസി മെൻറ്റാലിറ്റിയിൽ 2 കൊച്ചുങ്ങൾ കല്യാണം കഴിച്ചു പോകുന്നതിൻ്റെ മംഗളകർമ്മം നടക്കുമ്പം ഇതുപോലെ കണ്ണുനീര് വീഴേണ്ട, അല്ലെങ്കിൽ ഇതുപോലെ ഈ കണ്ട ജനം മുഴുവൻ ശപിച്ചില്ലേ? ആ കല്യാണ വീട്ടിലെ കാർന്നോക്കന്മാരെന്ത് ചെയ്യേ? അതിൻ്റെ അപ്പനും അമ്മയും എന്ത് ചെയ്യേ? അല്ലെങ്കിൽ ആ വീട്ടിലെ ആൾക്കാർ, കാർന്നോക്കന്മാർ, ബന്ധുക്കൾ, പ്രായമായവരും ഒന്നുമില്ലേ? ഈ വിവരക്കെട്ട തലമുറയെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവിടെ ആരുമില്ലേ? മലപ്പുറത്തും കോഴിക്കോട്ട് ഇതുപോലെ കെട്ട തലമുറയായി മാറിയോ? ഞാൻ പറഞ്ഞേ, മലപ്പുറത്തിനെയൊക്കെ ഇപ്പോൾ പല രീതിയിൽ കോർണർ ചെയ്യപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. ചില വർഗീയ പരാമർശങ്ങളോ അതും ഇതൊക്കെ പലതും വരുമ്പോൾ ഞാനൊക്കെ ഓർക്കാറുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ അനുഭവത്തിലുള്ള മലപ്പുറവും കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, അവിടെ ചെന്നാലുള്ള എൻ്റെ കൂട്ടുകാരൊക്കെ ഇവന്മാർ കേൾക്കുന്നില്ലേ? നിങ്ങളൊക്കെ കേൾക്കുന്നില്ലേ? എടാ, എന്നെ ഇപ്പോൾ അവിടെ സംഭവിച്ചത് ഇതന്നെ. ഇപ്പോൾ ഈ പുതിയ പിള്ളേരൊക്കെ ഇങ്ങനെ ക്രേസിയായി മാറിയത് ഇവന്മാർ ഈ സാഡിസം കാണിച്ചിട്ടാണോ? കല്യാണ വീട്ടിൽ ഇതുപോലെ അലമ്പാണോ നടക്കുന്നത്? മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ ഇങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പോൾ കല്യാണം എന്ന് പറയുമ്പോഴേ ഇവിടുന്ന് ഈ പിള്ളേരെ ബുക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് അവരെ ആരവത്തോടുകൂടി ഒരു അലമുറയിട്ട് കാറി കൂവി ഈ ചെറുപ്പക്കാർ അവരെ കൊണ്ടുപോയി സ്റ്റേജിൽ കയറ്റി അവരെ അപമാനിക്കുമ്പം അവരെ കളിയാക്കുന്നതിലൂടെയാണോ ഹരം കണ്ടെത്തുന്നത്? ഇങ്ങനെയായി മാറിയോ മലബാർ കല്യാണം? എത്ര മോശമായത്! ഞാനൊരു ഉദാഹരണം പറയാവേ. ഈ ഒരു ദിവസം ഒരു ചാനൽ ചർച്ചയിൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറഞ്ഞില്ല, കേരളത്തിലെ ഒരു പ്രശസ്തനായ ഒരു പോലീസുകാരനിരുന്ന് പറയാം, കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ക്രൈം നടന്നു. ഇപ്പോൾ ഇവർക്ക് വയർലെസ് ഉണ്ടല്ലോ, എവിടെ ഒരു ക്രൈം നടന്നാൽ അപ്പോഴേ വയർലെസ് മെസ്സേജ് അങ്ങോട്ട് കൊണ്ടുപോകുമല്ലോ. അങ്ങനെ ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെട്ട അപ്പോഴേ തന്നെ എല്ലാ പോലീസുകാരും എടുത്ത വായിലെ ഒരു ജില്ലയുടെ പേര് ചോദിക്കുന്നു പറഞ്ഞു. ആ ജില്ലയിൽ എവിടെയാണ് ഇത് നടന്നത്? അത് ജില്ലയുടെ പേര് പോലും പറഞ്ഞില്ല. ക്രൈം നടന്നെന്ന് പറഞ്ഞേ ഉള്ളൂ. വലിയൊരു കൊലപാതകം നടന്നു, അല്ലെങ്കിൽ മോഷണം നടന്നു, അല്ലെങ്കിൽ റേപ്പ് നടന്നു എന്നൊരു വയർലെസ് മെസ്സേജ് വന്നാൽ ഇമ്മീഡിയറ്റ് ഇവരെല്ലാം ചോദിക്കുന്ന ഒരു ജില്ലയുടെ പേരെന്ന്. ഒന്ന് ഓർത്ത് നോക്കി. ആ ജില്ലയിൽ വളരെ പ്രശസ്തരായ നടന്മാരും സാംസ്കാരിക നായകന്മാരടക്കം എല്ലാം ഉള്ളതാണ്. പക്ഷേ ചില മനുഷ്യരുടെ ചെയ്തികൾ മൂലം പോകുന്ന പോക്ക് കണ്ടോ? മലപ്പുറത്തിനെ പറ്റിയൊക്കെ പറയുമ്പോൾ എന്താണ് നമ്മൾ കോട്ടക്കരായി ആര്യവൈദ്യശാല, തുഞ്ചത്തെഴുത്തച്ഛന്, ദൈവമേ, എത്രത്തോളം മഹത് വ്യക്തികളുള്ള സാംസ്കാരിക നായകന്മാരുള്ള, മുസ്ലിം ലീഗ് പോലുള്ള കേരളത്തിലെ പ്രശസ്തമായ ഒരു പാർട്ടിയുടെ ആസ്ഥാന സ്ഥലമായിട്ടുള്ള എന്തൊക്കെയുള്ളൊരു നാടാണ്. ആ നാടിനെ കളയാൻ പോകല്ലേ ഈ പറയുന്ന വിവരമില്ലാത്ത പിള്ളേർ. അതിനെ നിലയ്ക്ക് നിർത്താനായിട്ട് ആരാ ചെയ്യേണ്ടത്? ഞാനെന്ന് പറഞ്ഞില്ലേ, രാമനാരായണെന്ന് പറഞ്ഞ കാർന്നോക്കന്മാരും പ്രായമായവരും ഉണ്ടായിരിക്കുകയാണോ? മലപ്പുറത്തെ ഓരോ വ്യക്തികളുടെയും ജാതി മതഭേദമന്യേ ഓരോ വ്യക്തികളുടെയും, അല്ലെ മലപ്പുറത്തായാലും കോഴിക്കോടായാലും മലബാർ കല്യാണത്തിൽ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തേണ്ടത് അവിടെയുള്ള ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്വമല്ലേ? അല്ലേ? ഞാനിത് ശരിക്കും എനിക്ക് ദുഃഖത്തോട് പറയാം. ഞാൻ ആ ഡിസ്ട്രിക്റ്റുകാർ, മലപ്പുറത്ത് ജീവിച്ച, കോഴിക്കോട് ജീവിച്ചൊരു മനുഷ്യനാണ് ഞാൻ. എനിക്കറിയാം അവിടെ എന്തായിരുന്നു, എങ്ങനെയാണ് ഞങ്ങളൊക്കെ ജീവിച്ചതെന്ന്, എന്ത് സന്തോഷത്തിലും സമാധാനത്തിലാണ് ജീവിച്ചതെന്നുള്ളത്. ഓരോ കല്യാണപ്പുരയിലും എന്താ സന്തോഷം നടന്നത് ഞങ്ങൾക്കറിയാവുന്നേ. പിന്നെ എങ്ങനെ ഈ ക്രേസി പിള്ളേർ ഇങ്ങനെ ആയത്? ഇവന്മാരുടെ ഈ വിവരക്കേട് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ ഒരു പയ്യൻ, അവന് ശരിയോ തെറ്റോ ഒന്നും അറിയില്ല, അവൻ തെരുവിലൂടെ ഒരു ഭ്രാന്തനെ പോലെ ഓടുമ്പോൾ അവൻ്റെ ഷർട്ട് വരെ വലിച്ചു കീറി ഓടിക്കാനായിട്ട് മലപ്പുറത്തെ ഒരു കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടണം എന്നുണ്ടെങ്കിൽ ആ കല്യാണത്തിന് ആശംസ കിട്ടിയോ? സന്തോഷം കിട്ടിയോ? അനുഗ്രഹം കിട്ടിയോ? അത് കണ്ട് വേദനിച്ച മനുഷ്യരുടെ മുഴുവൻ ദുഃഖം ഉണ്ടായില്ലേ ആ കല്യാണത്തിന്? മംഗളകരമായിട്ട് അനുഗ്രഹം കിട്ടിയോ? മലപ്പുറത്തെ ഓരോ ആളുകളും ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ ഇത്? എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരായ മലപ്പുറത്തുകാരോടും അല്ലെ കോഴിക്കോടുകാരോടും നമ്മുടെ ഏറ്റവും വലിയ മലബാർ കല്യാണത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നിർത്തണം. ഈ സംസ്കാരം മാറ്റണം. ഈ ഈ വിവരം കെട്ട തലമുറ, ഈ കൊള്ളിയല്ലാത്ത പിള്ളേർ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കള്ളും കഞ്ചാവും ഒക്കെ അടിച്ച് കാണിക്കുന്നതായിരിക്കും ഇത്. അപ്പോൾ കാർന്നോക്കന്മാരെന്തേ? ഈ പിള്ളേരാണോ കല്യാണം നടത്തുന്നത്? ഈ പിള്ളേരാണോ ഈ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്? അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ സമ്മതിക്കാവോ? സമ്മതിക്കരുതെന്നേ. ഇപ്പം മലപ്പുറം കോഴിക്കോട് ഭാഗത്തുനിന്ന് മാത്രമല്ല, ഞാൻ ഏതൊരു കല്യാണത്തിനാണെങ്കിലും ഇതുപോലുള്ള അനാവശ്യ ആഘോഷങ്ങളും ബഹളങ്ങളും അക്രമവും നടക്കുന്നതിനെ സമ്മതിക്കരുതെന്നേ. ഒരു അനുഗ്രഹം ഉണ്ടാകത്തില്ലെന്നേ. ഒരു സന്തോഷമായിട്ടൊരു കുടുംബം പോകേണ്ടടുത്ത്, അല്ലെങ്കിൽ ഭാര്യ ചെറുക്കനും പെണ്ണും കല്യാണം കഴിച്ച് പോകേണ്ടടുത്ത് ഇതുപോലത്തെ അലമ്പ് കാണിക്കുകയാണോ? ഈ കോട്ടയം ഭാഗത്തൊക്കെ മദ്യം വിളമ്പി അങ്ങ് തറയാക്കി മദ്യം വിളമ്പൊക്കെ ഒരു സന്തോഷത്തിനൊക്കെ ആയിട്ട് മദ്യം വിളമ്പട്ടെ. പക്ഷേ അതല്ല, കേസ് കണക്കിനും ജാറ് കണക്കിനും വാറ്റിയും ഒക്കെ മദ്യം കൊണ്ടുപോയി വെച്ചിട്ട് ആ കല്യാണ ദിവസം അടിയും ബഹളവും. പിറ്റേന്നൊരു കല്യാണം നടക്കുക, അതിന് ഈ രാത്രിയിൽ ഈ കള്ളുകുടിയന്മാരെ മുഴുവൻ കൊണ്ടുവന്ന് കുടിപ്പിച്ച് ഒക്കെ കഴിക്കുന്നവർക്ക് അവർക്ക് മിതമായിട്ട് രീതിയിൽ കൊടുക്കാം. പക്ഷേ അത് കഴിച്ച് ക്രേസി ആയിട്ട് ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരു 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 വളരെ പ്രധാനപ്പെട്ട ഒരാൾ സംസാരിക്കുന്നത് കേൾക്കാം. ഒരു കല്യാണത്തിനകത്ത് ഒരുവൻ കുടിച്ച് മദ്യപിച്ച് ലക്ക് കെട്ടിട്ട് അവൻ വീട്ടിൽ ചെന്നവൻ്റെ ഭാര്യയെ തല്ലി ആ ഭാര്യ ശപിക്കുകയാണ്, ഒടുങ്ങിപ്പോകാൻ ഇവൻ്റെയൊക്കെ കല്യാണം മുടിഞ്ഞു പോട്ടെ എന്ന്. വേറൊരുത്തൻ കള്ളു കുടിച്ചിട്ട് പോയിട്ട് അന്നൊരു പെണ്ണിനെ റേപ്പ് ചെയ്യുകയാണ്. ആ പെണ്ണിൻ്റെ അവസ്ഥ. ഇതെൻ്റെയൊക്കെ ശാപം ആർക്ക് കിട്ടും? ആവശ്യത്തിനൊക്കെ ചെയ്താൽ മതിയേ. ആരെ ആഘോഷിപ്പിക്കുന്ന കാര്യമായി പറയുന്നത്? ഈ പറയുന്ന അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന പയ്യൻ തെരുവിലൂടെ ഓടുന്നു.
ഷർട്ട് വലിച്ചു കീറി പിറകെ ഒരു കൂട്ടം യുവാക്കൾ. മലപ്പുറത്തെ പിള്ളേരാണോ അത്? നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് പിള്ളേർ? ഇതിൻ്റെയൊക്കെ തന്തമാരെന്തിയേ? അമ്മമാരെന്തിയേ? കുടുംബാംഗങ്ങൾ എന്തിയേ? ഈ പിള്ളേരെ നിലയ്ക്ക് നിർത്തണ്ടേ? ഡിസ്ട്രിക്റ്റിൻ്റെ പേര് കളയല്ലേ? സാംസ്കാരിക നായകന്മാരുള്ള വളരെയധികം പ്രശസ്തമായ എല്ലാം കൊണ്ടും വളരെ മുന്നിട്ട് നിൽക്കുന്ന ജില്ലേനെ അധപ്പതിപ്പിക്കണം. അതേപോലെ ഈ കാലഘട്ടങ്ങളിൽ കോർണർ ചെയ്യിക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ടൊക്കെ വരും. നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അവിടെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊക്കെ വരുന്നത്. മഹാ മോശമല്ലേ? ശരിയോ തെറ്റോ എന്നാൽ ആ പയ്യനെ അവനാരാ എന്താ അവനിക്കറിയത്തില്ല. അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? അവൻ 10 രൂപ കിട്ടുന്നതുകൊണ്ടായിരിക്കും. ഇപ്പം കാശ് ഞങ്ങൾ തന്നിരിക്കുന്നില്ല, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ നിക്കർ വലിച്ചു കീറും, നിൻ്റെ ഷർട്ട് വലിച്ചു കീറും, നിൻ്റെ കണ്ണക്കുറ്റി കേട്. എന്ത് സാഡിസമായത്! ഈ പിള്ളേരാണോ മലപ്പുറത്തൊക്കെ ഇനി മലപ്പുറത്തിനെ നയിക്കാനിരിക്കുന്നത്? ഈ പിള്ളേരാണോ വിവിധ മേഖലകളിൽ ജോലിക്ക് വരേണ്ടത്? ഈ പിള്ളേരല്ലേ നിങ്ങളുടെ മലപ്പുറത്തെ പിള്ളേരെയൊക്കെ ഇനി കെട്ടാനിരിക്കുന്നത് അല്ലേ? പെങ്കൊച്ചുങ്ങളെ കെട്ടാനിരിക്കുന്നത്? ഇതുപോലെ തെരുവിലൂടെ ഒരു കൊച്ചിനെ കരയിച്ചുകൊണ്ട് ഓടിക്കുന്നവന്മാർ ഇനി അവിടെയുള്ള പെമ്പിള്ളേരെ കെട്ടിയാൽ എങ്ങനെ ഇരിക്കും കാരണവന്മാരെ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ വിഷയത്തെപ്പറ്റി? നിങ്ങൾ ആരും ഒന്നും സംസാരിച്ചു കേട്ടില്ല. ഭയങ്കര ദുഃഖം തോന്നുന്നത് കേട്ടിട്ട്, ഇത് കണ്ടിട്ട്. എൻ്റെ സ്വന്തം സ്ഥലമാണ് മലപ്പുറവും കോഴിക്കോടും ഒക്കെ. എനിക്കവിടെ ഒന്ന് പറയാം. എൻ്റെ കൂട്ടുകാർ കേൾക്കുന്നവന്മാരുടെ ഇപ്പം ഞാൻ പേരെടുത്ത് പറയുന്നത്, എൻ്റെ സുഹൃത്തുക്കളൊക്കെ എല്ലാവരും അയച്ചു തരാം ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. നിങ്ങൾ കണ്ടില്ലേ കൊണ്ടോട്ടി നടന്ന ആ കാര്യം? ഈ കാലഘട്ടങ്ങളിൽ മുഴുവൻ കല്യാണത്തിന് ഇതുപോലുള്ള കലാകാരന്മാരില്ലാത്തവരെ ആരവത്തോട് കാറി കൂവി കളിയാക്കി കൊണ്ടുവന്നിട്ട് ഈ സാഡിസത്തിലൂടെ എന്ത് ഹരമാണ്, എന്ത് രസമാണ് അവർ നേടുന്നത്? അത് നിർത്തേണ്ട സമയം കഴിഞ്ഞില്ലേ? ഇത് തെറ്റല്ലേ? എത്ര കലാകാരന്മാർ ഓരോ കല്യാണത്തിനും ഉയർന്നു വന്നിട്ടുള്ള നാടാണ് മലപ്പുറം. എത്ര കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇന്ന് അതൊന്നുമില്ലാതെ ഇത്ര സാഡിസോ അല്ലപ്പോൾ ഇത് വലിയ അപകടം. എന്തെങ്കിലും മരണം വരുന്നത് വരെ നിങ്ങളിത് കാത്തിരിക്കുമോ? ഇത് നിർത്തേണ്ട കാര്യം അതിക്രമിച്ചെന്നേ. ദൈവം ഇതേപ്പറ്റി ഒന്ന് റീതിങ്ക് ചെയ്യണം. എന്താ നടക്കുന്നത് നിങ്ങളൊന്ന് അന്വേഷിക്കണം. എൻ്റെ സ്വന്തം ജനങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരോടാണ് ഞാൻ ഈ പറഞ്ഞത്. എൻ്റെ കൂടെ പഠിച്ചവരും ഇപ്പം നമ്മുടെ പ്രായത്തിലുള്ള, ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരോടൊക്കെ ഞാൻ പറയാം, നമ്മുടെ മക്കളൊക്കെ കല്യാണം കഴിക്കാറായല്ലോ. അവിടെ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരുടെ മക്കളൊക്കെ കല്യാണം കഴിക്കാറൊക്കെ ആയില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. നിങ്ങളുടെ പിള്ളേരെ സമ്മതിക്കരുതെന്നേ. പഴയ കൾച്ചറിലോട്ട് എത്തിക്കുന്നേ. കല്യാണത്തിന് ഒരു നമ്മുടെ വിവാഹ സ്വർഗത്തിൽ നടക്കട്ടെ, ആ ഒരു ചിന്തയെ തന്നെ എത്തിക്കുക. പിള്ളേരെ അത് പറഞ്ഞ് മനസ്സിലാക്കുക. വിവരം കെട്ട പിള്ളേർ ഈ സാഡിസം കാണിച്ചാൽ അവന്മാർ നാളെ നമ്മുടെ താടിക്കിട്ട് തട്ടുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. ഇതിപ്പോൾ വല്ലവൻ്റെ കൊച്ചിനായിട്ട് ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നാളെ നമ്മളെ അവന്മാർ വഴി കൂടെ തുണിയും പറപ്പിച്ചിട്ട് ഓടിക്കും. അപ്പോഴാണ് നമ്മളിത് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, എന്നാൽ താങ്ക് യു.